നമസ്കാരം. മല്ലു ഫാമിലിയെ പറ്റിയുള്ള ഒരു ന്യൂസ് ഇങ്ങനെ ഒരുപാടായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം 2 ദിവസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മല്ലു ഫാമിലി നിത കുറച്ചു മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. ആ പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നില്ല, അതായത് പരസ്പരം സ്നേഹമില്ലാതെ ഒരിക്കലും, അണ്ടർസ്റ്റാൻഡിങ്ങും ലവും സ്നേഹവും ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്നും പറഞ്ഞ് കുറച്ച് മാസങ്ങളായി ഞങ്ങൾ സെപ്പറേറ്റഡ് ആണെന്നും പറഞ്ഞാണ് അത് എഴുതിയേക്കുന്നത്. ഒരു ഡൈവേഴ്സ് ആകുന്ന രീതിയിലാണ് അതിനകത്ത് വന്നേക്കുന്നത്. സുജിനും നിധയെപ്പറ്റി, മല്ലു ഫാമിലിയെ പറ്റി അറിയാത്ത ആൾക്കാർ തീരെ കുറവാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുക്കാം. ആരാണ് നിതിനും സുജയും? ഒരു 8-10 വർഷമായിട്ട് ഈ യൂട്യൂബ് മേഖലയിൽ ഫാമിലി ബ്ലോഗിങ് ചെയ്യുന്ന 2 വ്യക്തികളാണ് നിധയും സുജിനും. വളരെ നല്ല രീതിയിൽ, വളരെ സാധാരണക്കാർ. അവർ ഭയങ്കരമായിട്ട് പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. ഒത്തിരി സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഇവർ കുറച്ച് നാൾ മുമ്പ്, ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഇതേപോലെ ഇവർ ഡൈവേഴ്സ് ആയെന്നും പറഞ്ഞ് ഇവൻ വീട്ടിൽ നിന്ന് കാറിന് ഇറങ്ങിപ്പോയി മറ്റൊരു വീട്ടിൽ പോയി താമസിക്കുന്നത് വീഡിയോ ആയിട്ടിട്ടു. ആ പെൺകുട്ടി ഇതേപോലെ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതായിട്ടും വീഡിയോ ഇടുന്നതായിട്ടും കാണിച്ചു. അവർ പിണങ്ങിയിരിക്കുന്നതായിട്ട് കാണിച്ചു. എന്നിട്ട് അവർ 1 മാസം 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇത് തട്ടിപ്പാന്നും പറഞ്ഞ് ഇവർ തമ്മിൽ വീഡിയോ ചിത്രീകരിച്ചു. ഫാമിലി ബ്ലോഗ് അവരുടെ ചാനലിലൂടെ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾ തട്ടിപ്പായിട്ട് ചെയ്തതാണ്, ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടില്ല എന്നും പറഞ്ഞ് അവർ വന്നു. അവരന്ന് ഉദ്ദേശിച്ചത് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുക, യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള തരംതാന്ന പണിയായിരുന്നു. ഇതും അതുപോലുള്ള ഒരു തരംതാന്ന പണിയാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇവർക്കെന്തോ ഫോർച്യൂണർ വണ്ടി വാങ്ങണമെന്നൊക്കെ പറഞ്ഞ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം പൂർത്തിയാകണമെങ്കിൽ നല്ല റീച്ച് വേണം. പൊതുവെ യൂട്യൂബിൽ ഇപ്പോൾ റീച്ച് വളരെ കുറവാണ്. ആളുകൾക്ക് ആർക്കും തന്നെ റീച്ച് കിട്ടുന്നേ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ ഇവർ ചെയ്ത ഒരു കരുതിക്കൂട്ടി ചെയ്ത ഒരു നാടകമാകാൻ സാധ്യത കൂടുതൽ. ഇവരുടെ വീഡിയോ ഞാൻ പണ്ട് മുതലേ കാണുന്നതാണ്. വളരെ നല്ല വീഡിയോ ആണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളിയാക്കലും, ഫാമിലി ആയിട്ടും അമ്മമാരുടെയും പെങ്ങളുടെയും ഒക്കെ കൂടെയുള്ള നല്ല നല്ല ഒരുപാട് വീഡിയോസ് ഉണ്ട് അവർ ചെയ്തേക്കുന്നത്. അത്ര മനോഹരമായിട്ട് അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് അവരുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ. ഒരു 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 എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലേ. ഒരു പരിധി ആകുമ്പോഴത്തേക്കും സമ്പത്ത് ഇങ്ങനെ കുഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ മറ്റു ബ്ലോഗേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, സുജിന് പണം വന്നപ്പോഴത്തേക്കും ഭാര്യയെ മറന്നു, ഭാര്യയെ വേണ്ടാന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. സംഭവം ശരിയായിരിക്കും. ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് യൂട്യൂബിൽ നിന്നും അത് പ്രൊമോഷനായിട്ടും, യൂട്യൂബിൽ നിന്ന് കുറേ കിട്ടിയില്ലെങ്കിലും പ്രൊമോഷനൊക്കെ ഒരുപാട് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫാമിലിയാണ്. ഒത്തിരി പ്രൊമോഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊമോഷനെല്ലാം കിട്ടി, സാമ്പത്തികമായി വളരെ നന്നായി, നല്ല വാഹനമായി, നല്ല വീടായി, ഒത്തിരി സമ്പത്തായി. അപ്പോൾ ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും തെറ്റി. അങ്ങനെ ആവാൻ സാധ്യത കൂടുതൽ. ഇത് സംഭവം ശരിയാണെങ്കിൽ മാത്രമേ, ഞാൻ ഊഹാപോഹങ്ങളോട് പറയുന്നതെന്ന് കരുതരുത്, ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ ഇവർ ഈ എഴുതി പിടിപ്പിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇട്ടേക്കുന്നത് ഒരു കത്ത് എഴുതുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പാണ് ഇട്ടേക്കുന്നത്. ആ കുറിപ്പ് ഞാൻ കാണിക്കാം. ആ പെൺകുട്ടിയെയും സുജിനെയും ഞാൻ കാണിക്കാം. അപ്പോൾ ഇവർ പണ്ട് മുതലേ ഇങ്ങനെ ഈ തെറ്റിദ്ധാരണകൾ പരത്തുന്ന, അല്ലെങ്കിൽ കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ 2 കൊല്ലം മുമ്പ് ഇവരുടെ വീഡിയോസ് കണ്ടപ്പോൾ ഇതുപോലത്തെ തട്ടിപ്പ് അവർ കാണിച്ചത്. അന്ന് ഒത്തിരി റീച്ചും കിട്ടി. ഒരു 2-3 മാസം ആൾക്കാർ കംപ്ലീറ്റ് ഈ വീഡിയോ കാണാൻ വേണ്ടി ഇവരുടെ അക്കൗണ്ടുകളിൽ കയറും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് യൂട്യൂബിൻ്റെ എന്താ പറയണ്ടേ, നല്ല വ്യൂ വരും. എല്ലാ വീഡിയോയ്ക്കും നല്ല വ്യൂവും വരും. ഇവർ പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ട് 2 പേരുടെ ചാനലിന് കിട്ടും. അങ്ങനെ ആവാതിരിക്കട്ടെ. എന്നിരുന്നാലും ഇവർക്ക് ഒന്നിച്ച് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരു ഫാമിലി, 2 മക്കള്, ഇവരെയൊക്കെ സന്തോഷത്തോടെ ഇരുന്നിട്ട് പെട്ടെന്നൊരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഇങ്ങനെ ഒരിക്കലും വേർപിരിയാതിരിക്കട്ടെ. അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് നല്ലൊരു ഫാമിലി, നല്ല 2 കുഞ്ഞു മക്കളുണ്ട് അവർക്ക്. നല്ലൊരു ഫാമിലി ആയിട്ട് അവർ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കും, നല്ല അമ്മമാർ. അവർ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ആകെ ഒരു വണ്ടടിച്ചു പോയി. കാരണം അന്നത്തെ അവരുടെ ഈ പെർഫോമൻസ് എനിക്ക് ഓർമ്മ വന്നു. ഈ ഒരു തട്ടിപ്പിലേക്കാണോ ഇവർ റീച്ച് കിട്ടാൻ വേണ്ടി ഇപ്പോൾ അങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. കാരണം യൂട്യൂബിലൊക്കെ പഴയ പോലെ റീച്ചില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ പല കണ്ടന്റുകളും ചെയ്യുന്നുണ്ട് ഹീറോ ആകാൻ വേണ്ടിയിട്ട്.
അങ്ങനെ വല്ലതും ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മറ്റൊരു വിഷയം കണ്ടുപിട്ടാം. ഓക്കെ, ബൈ.